لا إله إلا الله محمد رسول الله شفاعته يوم القيامة إنك لا تخلف الميعاد. നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രഭാഷകർ ഇവിടെ ഏതാനും സമയങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കി, എന്താണ് സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ എന്ന് മാത്രം ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈലി ഓണപ്പള്ളി അവരുടെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. മതപരിഷ്കാരത്തിന്റെ അമ്മായി കുപ്പായമണിഞ്ഞ സമുദായത്തിന്റെ സനാതന മൂല്യങ്ങളെ ചെറുക്കും കുഫറുമായി മുദ്ര ചാർത്തി അർത്ഥവ്യായാമം നടത്തുന്ന വിദഗ്ധകാരന്റെ കുൽസിത കുബത്തിക്കോ പ്രായത്തരങ്ങളെ കെട്ടുകെട്ടിക്കാൻ ഉഭയം ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അച്ചടക്ക ബോധമുള്ള അനുഗ്രഹീത വിദ്യാർത്ഥി പ്രസ്ഥാനപ്പടയണി സമസ്ത കേരള സ്റ്റുഡന്റ് ഫെഡറേഷൻ സംസ്ഥാന കാര്യദർശി ഉസ്താദ് അഡ്വക്കേറ്റ് ഓണപ്പള്ളി മുഹമ്മദ് ഫൈലി അവരുടെ വിഷയാവതരണത്തിന് വേണ്ടി അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا النبي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. ഈ ധന്യമായ സദസ്സിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ വേദിയുടെ ഉദ്ഘാടകനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ അധ്യക്ഷനുമായ വന്ദ്യരായ സയ്യിദ് എസ്.എം. കെ തങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ ഹൈദർ ഹാജി, സയ്യിദ് മുഹമ്മദ് ഹാജി, സംഘടനയുടെ നേതാക്കന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും മറ്റു പോഷക സംഘടനകളുടെയുമെല്ലാം പ്രഗത്ഭരായ നേതാക്കൾ, സ്നേഹമുള്ള പ്രവർത്തകർ, SKSSF-ന്റെ കർമ്മോത്സുകരായ എൻ്റെ സ്നേഹിതന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ കേരളത്തിലെമ്പാടും നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള പ്രക്ഷോഭ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന കയ്പമംഗലത്തെ ഈ പരിപാടി വളരെ മനോഹരമാക്കുകയും പ്രൗഢോജ്വലമാക്കുകയും ചെയ്ത ഇതിൻ്റെ പ്രവർത്തകരെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. ഫ്ലക്സ് കീറിയും കണ്ണുരുട്ടി പേടിപ്പിച്ചും തങ്ങളുടെ മുടിക്കച്ചവടത്തിനെതിരായി പറയുന്നവരൊക്കെ തലയറഞ്ഞ ത്യാഗിയും ഒരു ജനതയുടെ ധർമ്മബോധത്തെ കെടുത്തിക്കളയാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സദസ്സിൽ
ഇരിക്കാൻ പോലും ഇരിപ്പിടമില്ലാതെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സഹോദരന്മാരെല്ലാം, നിങ്ങൾ കണ്ണുരുട്ടിയാൽ ഇനി ആരും പേടിക്കില്ല എന്നിവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെമ്പാടും ഈ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ മുടിക്കച്ചവടം കൊണ്ട് ഇനിയും തന്റെ ബിസിനസ് പെരുപ്പിച്ചു കാട്ടാം എന്ന് വിചാരിച്ച പണ്ഡിത മഹത്തുക്കളുടെ കണ്ണുനീരിന്റെ ശാപപ്രാർത്ഥനയ്ക്ക് വിധേയമായ ഒരു പണ്ഡിത വേഷധാരിയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയുമെല്ലാം പ്രവർത്തനത്തിന്റെ നൈരാശ്യമായിരിക്കും ഇനി നമുക്ക് അടുത്ത കാലത്ത് കാണാൻ സാധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തെയും അതിന്റെ ഈ സംഘശക്തിയെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ അഭിമാനത്തോടെ നിലനിർത്തുമാറാകട്ടെ. കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹവും ഇന്നേറെ കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ മുടി പ്രശ്നം. അത് സാധാരണഗതിയിൽ നമ്മളൊക്കെ മാത്രം ചർച്ച ചെയ്യുകയും അവസാനിച്ചു പോവുകയും ചെയ്യുന്നതിന് പകരം കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് പത്രപ്രവർത്തകരൊക്കെ ഇന്ന് ഏറെ കാര്യമായി പഠിച്ച ഒരു വിഷയമായി ഈ വിഷയം മാറിക്കഴിഞ്ഞു. SKSSF-നെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വിഷയ സംബന്ധമായ ചർച്ചയ്ക്ക് തുടക്കമിടുമ്പോൾ എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച പലരുമുണ്ട്. പക്ഷെ ആ ചോദിച്ചവർക്കൊക്കെ ഉള്ള നല്ല മറുപടി, SKSSF എന്ന കുറച്ച് കുട്ടികൾ മാത്രമാണ് ഈ പരിപാടി നടത്തുന്നത് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞപ്പോൾ വന്ദ്യരായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളും പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യ മുഷാവറയും കേരളത്തിലെ പൊതുസമൂഹവും SKSSF-ന് പിന്തുണ നൽകുന്നതും ഈ വിഷയത്തിൽ SKSSF-ന്റെ സമര പരിപാടികൾക്ക് ആവുന്ന എല്ലാവിധത്തിലുള്ള സഹായവും ചെയ്യാൻ ഈ നേതാക്കന്മാരും മഹാന്മാരായ ഉസ്താദുമാരും തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ ഇന്ന് സത്യത്തിലെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്, ഇതിനു മുമ്പൊക്കെ സനദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് അറിയാത്ത ഒന്നായിരുന്നു. ഇനി ഒരാൾക്കൊരു മുടിയുമായി ഒരു സ്ഥലത്തും രംഗപ്രവേശനം ചെയ്യാൻ സാധിക്കാത്ത വിധം കേരളത്തിലെ പത്രപ്രവർത്തകർ ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു SKSSF-ന്റെ പ്രക്ഷോഭ പരിപാടികളുടെ വിജയം. അവർ ചോദിച്ചു തുടങ്ങി, എവിടെന്നാ മുസ്ലിയാരെ ഈ സനദ് എന്ന്. ആ സനദിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അത് എന്ന് പറഞ്ഞിട്ട് പറയാൻ കിട്ടാതെ നിൽക്കുന്നതും നമ്മളൊക്കെ കണ്ടതാണ്. കേരളത്തിലെ ഒരു ചാനൽ നടത്തിയ വളരെ വിശദമായ ചോദ്യത്തിന്റെ മുമ്പിൽ നിന്ന് നുണ പറയാൻ ആലോചിക്കേണ്ടി വന്ന മുസ്ലിയാർ ഒടുക്കം അത് തന്നെ തെറ്റിച്ചു പറഞ്ഞു തരുന്നതും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. സനദ് സംബന്ധമായ ചോദ്യം വളരെ കൃത്യമായി ചോദിച്ചപ്പോ വേണു എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ സഹോദരന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പോലും കൃത്യമായി മറുപടി പറയാനാവാതെ അതും മറ്റൊരു വൈരുദ്ധ്യമാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു ഗുണം കിട്ടുന്നത്, ഇനി ഒരു പെട്ടിക്കടയിലും ഈ മുടിക്കച്ചവടം നടക്കൂല എന്ന് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. ഇനി മുടിക്കച്ചവടവുമായി ആര് രംഗത്തിറങ്ങിയാലും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ആർജവമുള്ള മക്കളുടെ കൂടെ നിന്ന് കേരളത്തിന്റെ പൊതുസമൂഹവും പറയും, വേണ്ട മൂല്യാരെ ഈ കച്ചവടം നിർത്തിക്കോ, അതാണ് താങ്കളുടെ ശരീരത്തിന് വരെ നല്ലത് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അവിടേക്കാണ് ഇതൊക്കെ എത്തിച്ചേർത്ത്. ഇതിനു മുമ്പ് സനദ് എന്താണെന്ന് അറിയാതിരുന്ന പത്രപ്രവർത്തകർക്ക് ഇത് മനസ്സിലായി. ഇതിനു മുമ്പ് ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊന്നും അറിയാതിരുന്ന ആളുകൾക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും. നിരന്തരമായ നുണകൾ മാത്രമാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇതല്ലാത്ത മറ്റൊരു അസൂയയുടെയും പ്രശ്നമില്ല. SKSSF-നെ സംബന്ധിച്ചിടത്തോളമോ സമസ്തയെ സംബന്ധിച്ചിടത്തോളമോ അദ്ദേഹം ഒരു 50 കോടിയുടെ പള്ളി പണിയുന്നു എന്നതിന്റെ പേരിൽ നമുക്കൊരു പ്രശ്നവുമില്ല. 50-ന്റെയോ 100-ന്റെയോ കോടികൾ അദ്ദേഹം പണിയട്ടെ, നമുക്കെന്ത് കാര്യം. പക്ഷെ അതിനേക്കാൾ പ്രധാനമായത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടുത്തെ വിശുദ്ധമായ മുടി എന്ന പേരിൽ വ്യാജമായി ഒരു മുടി, അതുപോലെ പല മുടികളും കൊണ്ടുവന്നു. അത് വിശ്വാസി സമൂഹത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ തിരുശേഷിപ്പിനോടുള്ള ബന്ധവും അവരുടെ വിശ്വാസത്തെയും ചൂഷണം ചെയ്ത് തങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ നിരന്തരം നടത്താമെന്ന വ്യാമോഹമാണ് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന ചുരുക്കം ചില ആളുകൾ നടത്തുന്നതെങ്കിൽ
അത് നടത്തില്ല, നടക്കൂല, നടത്താൻ സമ്മതിക്കില്ല എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചുരുക്കം എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഷാവറ പോലും ഐക്യകണ്ഠേന ഈ വിഷയകമായി ഇന്നേ വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ്. ആകെ ഒരു പേരോടും പിന്നെ ഉസ്താദും ഉസ്താദിന്റെ മരുമകനും ഉസ്താദിന്റെ മകനും കൂടിയ കൂട്ടുകച്ചവട കമ്പനിക്കല്ലാതെ ഈ വിഷയത്തിൽ ആർക്കും താല്പര്യമില്ലാതെ സ്വന്തം ഗ്രൂപ്പ് പോലും തന്നെ വിട്ടുകളഞ്ഞ ഒരവസ്ഥയിലാണ് മേസി അബൂബക്കർ മുസ്ലിയാറുള്ളത്. കാരണം എത്ര കാലം നിരന്തരമായി നുണ സഹിക്കും, എത്ര കാലം നിരന്തരമായി നുണയുടെ പിന്നാലെ നടക്കും. ചിലപ്പോ മനുഷ്യന്റെ മനസാക്ഷിയിൽ തന്നെ ഉണ്ടായിത്തീരുന്ന കുറെ ചോദ്യങ്ങളുണ്ടല്ലോ. പടച്ചവനെ ഇത്രക്ക് പോകണോ എന്ന ചോദ്യം. ആ ചോദ്യം സ്വാഭാവികമായും അവരുടെ കൂട്ടത്തിലെ ചില പണ്ഡിതന്മാരെങ്കിലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ശരി. നിരന്തരമായി നുണ പറഞ്ഞ് മാത്രം സ്ഥാപിക്കാമെന്ന വ്യാമോഹം നടക്കാതെ പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എല്ലാ കാലത്തിലും എങ്ങനെ നുണ പറയും? തുടങ്ങിയത് തന്നെ നുണയിൽ നിന്നാണല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്ന് സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതവരേണ്യന്മാരുടെ അവരുടെ തീരുമാനത്തെ മാറ്റിപ്പറയുകയും അവരുടെ താക്കീതിന് വകവെക്കാതിരിക്കുകയും ചെയ്ത് ആ മഹാരഥന്മാരായ നേതാക്കന്മാരെ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുന്ന വിധത്തിലാണല്ലോ ഇവരിറങ്ങി പുറപ്പെട്ടത്. എന്നിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിലെ 40 അംഗങ്ങളിൽ നിന്ന് കേവലം 6 പേര് പോയിട്ട് പിന്നെ ഒരാൾ സമസ്തയുടെ പ്രസിഡന്റും സമസ്തയുടെ ജനറൽ സെക്രട്ടറിയും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. സമസ്തയുടെ അഭിനന്ദനായ പ്രസിഡന്റ് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 5 പതിറ്റാണ്ട് കാലത്തെ ജനറൽ സെക്രട്ടറി, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിലെ ഇതിഹാസ തുല്യനായ മഹാനായ ശംസുൽ ഉലമ നബ്ബറല്ലാഹു മർഖദ മഹാനവറുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ നിന്ന് ശരിയല്ല നിങ്ങളുടെ തീരുമാനം എന്നതിന്റെ പേരിൽ ഇറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അച്ചടക്കലംഘനം ഉണ്ടായപ്പോൾ പുറത്താക്കേണ്ടി വരുന്നാൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉള്ളയാളെയും കൂട്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനയ്ക്ക് സമസ്ത എന്ന് പേരിടുമ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു നുണ. അന്നേ നുണ തുടങ്ങി. അരവിന്ദാക്ഷ മേനോന്റെ സമസ്തയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പാരമ്പര്യമുള്ള സംഘടനയുടെ കൂടെ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടുന്ന് തന്നെ നുണ തുടങ്ങി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ വിഷയകമായി സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒന്നുണ്ട്. 3-4 നുണകളെ കുറിച്ച് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, EK ഉസ്താദ് മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നൽകിയിട്ടുള്ള കോഴിക്കോട് രജിസ്ട്രാറുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ള ലിസ്റ്റിന്റെ ശരിവെപ്പൽ നടത്തിയതിനു ശേഷം അത് ശരിയല്ല എന്നതിന്റെ പേരിൽ അവർ നടത്തിയ കേസുകളുടെ അവസാനം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഇങ്ങനെ സമ്മതിച്ചു പറയുന്നുണ്ട്. When there were 2 lists, the district registrar prima facie on being satisfied accepted the list filed by EK Abubakar Musliar as he was filing the list for the previous years also. കോഴിക്കോട് രജിസ്ട്രാറുടെ മുമ്പിൽ മഹാനായ ശംസുൽ ഉലമ എല്ലാ വർഷവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ ബോഡിയുടെ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുമ്പോഴാണ് സമസ്തയിൽ പ്രശ്നമുണ്ടായത്. പ്രശ്നം വന്നപ്പോ കോഴിക്കോട് രജിസ്ട്രാറുടെ മുമ്പിൽ രണ്ട് ആളുകൾ ഒരേ പേരിൽ പിന്നെ ലിസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. ഒരാൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ മഹാനവറുകൾ കൊടുത്ത ലിസ്റ്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ ബോഡിയിലെ ലിസ്റ്റാണ്. ആ ലിസ്റ്റ് കണ്ട് കോഴിക്കോട് രജിസ്ട്രാർ നോക്കുമ്പോൾ പിന്നൊരു ലിസ്റ്റ് വന്നിരിക്കുന്നു, AP അബൂബക്കർ മുസ്ലിയാർ കൊടുത്ത ലിസ്റ്റ്. ആ ലിസ്റ്റ് അതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ. പരിശോധിക്കാൻ വിട്ടപ്പോ കോഴിക്കോട് രജിസ്ട്രാർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം തന്നെ പ്രഥമ ദൃഷ്ട്യ ആ വിഷയത്തിൽ പറഞ്ഞതാണ് കോടതി പറഞ്ഞത്. When there were 2 lists, 2 ലിസ്റ്റ് വന്നു. The district registrar prima facie on being satisfied, ആരും തല്ലിയിട്ടോ മർദ്ദിച്ചിട്ടോ അല്ല, സ്വന്തം തീരുമാനപ്രകാരം പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹം accepted the list filed by EK Abubakar. EK Abubakar മുസ്ലിയാർ മഹാനവറുകൾ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് സ്വീകരിച്ചു. As he was filing the list for the previous years also, വളരെ നേരത്തെ മുതൽ കാലങ്ങളായി അദ്ദേഹം തുടങ്ങിവെച്ച രീതി അനുസരിച്ച് രജിസ്ട്രാറുടെ മുമ്പിൽ ഓരോ കമ്മിറ്റിയുടെയും വർഷാവർഷമുള്ള ലിസ്റ്റ് കൊടുക്കുന്ന രീതി അനുസരിച്ച് കൊടുത്തുകൊണ്ടിരുന്നത് പോലെ മഹാനവറുകൾ കൊടുത്ത ലിസ്റ്റ് അദ്ദേഹം സ്വീകരിച്ചു. കാരണം നേരത്തെ മുതൽ തുടങ്ങി വെച്ചത് അതാണ്. ഇതിനെതിരെ അവർ കോടതികളിലൊക്കെ പോയി അവസാനം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ അവർ പറഞ്ഞൊരു മറുപടി ഇതാണ്: To us it appears that the controversy raised in this appeal has become academic as on today. Thus we find no merit in the appeal. The civil appeal is dismissed no cause. ഈ അപ്പീൽ we find no merit, ഒരു യോഗ്യതയും ഈ അപ്പീലിൽ ഞങ്ങൾ കാണുന്നില്ല.
ഇതിനൊരു പുല്ലുവിലയും ഇന്ത്യയുടെ